ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ മർഡർ ഇൻ മഹിം എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ മഹിം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അതേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബാത്റൂമും ഉണ്ട്. കാണുമ്പോൾ തന്നെ അത് വളരെ പഴയതും നശിച്ചു കിടക്കുന്നതും ശരിയായി പരിപാലിക്കാത്തതുമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ബാത്റൂം ആരും ഉപയോഗിക്കാറില്ല. എന്നാൽ രാത്രി സമയങ്ങളിൽ ആ ബാത്റൂം വളരെ മോശമായ ഒരു കാര്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവിടെ ചില ആളുകൾ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ആ ബാത്റൂമിനെ ഒരു റെഡ് ലൈറ്റ് ഏരിയ പോലെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ആ ബാത്റൂം അത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവരും അവിടെ ആ ബിസിനസ് ചെയ്യുന്നവരുമായ ആളുകൾ ഓരോരുത്തരായി ദുരൂഹമായ രീതിയിൽ വളരെ ക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഇതിന് പിന്നിൽ എന്താണുള്ളത്, ഈ സസ്പെൻസ് തേടി പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നു. ഈ സീരീസിന്റെ കഥയിൽ ഒത്തിരി കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സിനിമാ നടന്മാരുടെ പേര് വെച്ച് നമുക്ക് അവരെ വിളിക്കാം. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ മഹിം എന്ന റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിലെ ഒരു രാത്രി സമയമാണ് കാണിക്കുന്നത്. ഒരു ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ രാത്രി ഭയങ്കര ഇരുട്ടും നിശബ്ദതയാണ്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് സുനിൽ എന്ന പേരുള്ള ഒരു പയ്യൻ തന്റെ കാമുകനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഈ സുനിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തൊഴിൽ ചെയ്യുന്ന ഒരു പയ്യനാണ്. അവൻ അവിടെ ഒരു ആണിനെ കാണുന്നുണ്ട്. പതുക്കെ അവിടെയുള്ള ബാത്റൂമിന് നേരെ നടക്കുകയാണ്. സുനിലിനെ പിന്തുടർന്ന് ആ വ്യക്തിയും വരുന്നുണ്ട്. ആ ദുരൂഹ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇവനും ആ ബാത്റൂമിലേക്ക് പോവാണ്. പക്ഷെ ബാത്റൂമിനുള്ളിൽ നടക്കുന്നത് മറ്റൊന്നാണ്. സുനിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ദുരൂഹ വ്യക്തി ഒരു കത്തിയെടുത്ത് സുനിലിനെ അവിടെ വെച്ച് കുത്തുകയാണ്. ഇതിൽ ദാരുണമായ സുനിൽ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. നമ്മുടെ ഹീറോ ഒരു ഇൻസ്പെക്ടറാണ്. ഹീറോയുടെ പേര് അർജുൻ. ഒരു മനോഹരമായ കുടുംബം, ഭാര്യയും ഒരു മകനും ഉണ്ട്. ഭർത്താവിനും ഭാര്യയ്ക്കും കിടക്കാൻ ഒരു മുറി, മകനും നമ്മുടെ ഹീറോയുടെ അച്ഛനും കിടക്കാൻ മറ്റൊരു മുറി. ഹീറോയുടെ അച്ഛൻ പണ്ടൊരു പോലീസായിരുന്നു. എന്നാൽ ഭയങ്കരമായ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയും പോയിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് എന്താണെന്ന് പിന്നാലെ പറയാം. എന്നാൽ അതിനുശേഷം അതായത് ഹീറോയുടെ അച്ഛന് കുറച്ച് മാനസികാസ്വാസ്ഥ്യം വരികയും രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടെ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോയുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ഇത് കാരണം തന്നെ എപ്പോഴും അച്ഛനോട് നമ്മുടെ ഹീറോ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ രണ്ടാമത്തെ ഹീറോയെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് മാധവൻ. ഇദ്ദേഹത്തിന് സ്നേഹമുള്ള ഒരു ഭാര്യയും 23 വയസ്സുള്ള ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ട്. ഇങ്ങനെയിരിക്കെ നമ്മുടെ ഹീറോ അർജുന് രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോഴാണ് ഹീറോ ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. അതിരാവിലെ തന്നെ ആ സ്പോട്ടിലേക്ക് വരികയാണ്. ആ സ്ഥലത്തേക്ക് വടിവേലു, വിവേക് എന്നീ 2 പോലീസുകാർ വരികയാണ്. അതിനുശേഷം ഒരു ലേഡി പോലീസും വരുന്നുണ്ട്. അവരാണ് നമ്മുടെ ചിത്രത്തിലെ ഹീറോയിൻ. ഇപ്പോൾ സ്പോട്ടിലെത്തിയ ഹീറോ ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബാത്റൂമിന് പുറത്ത് ഒരു CCTV ക്യാമറ പോലും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. സർ, ആ സ്ഥലം ഗേ പിള്ളേർ വരുന്ന ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഗേ പിള്ളേർ ആ സ്ഥലത്ത് വന്ന് അവരുടെ തൊഴിൽ ചെയ്യും. അങ്ങനെ ഒരു സ്ഥലമായിട്ടാണ് ആ ബാത്റൂം വെച്ചിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. ഇപ്പോൾ മരിച്ച വ്യക്തിയും ഒരുപക്ഷെ ഒരു ഗേ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാണ്. മരിച്ചുപോയ സുനിലിനെ നമ്മുടെ ഹീറോ കാണാണ്. വളരെ ക്രൂരമായാണ് അവനെ കൊന്നിരിക്കുന്നത്. അവന്റെ ശരീരത്തിൽ നിന്ന് ആരോ കിഡ്നി നീക്കം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതേസമയം ആ വ്യക്തിയുടെ കയ്യിൽ ദിനേശ് എന്നൊരു പേര് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ സ്ഥലത്ത് നിന്ന് ചില മുടികളും കിട്ടുന്നുണ്ട്. മുടിയൊക്കെ നീളമുള്ളത് കൊണ്ട് നോക്കുമ്പോൾ ഏതോ സ്ത്രീയാണ് ഈ സംഭവം ചെയ്തതെന്നാണ് ഇവർ ഊഹിക്കുന്നത്. ഇപ്പോൾ അതേസമയം മാധ്യമ പ്രവർത്തകർ ആ സ്ഥലത്ത് തടിച്ചുകൂടുന്നു. സംഭവം നടന്നിട്ട് ഇത്രയും സമയമായിട്ടും ഫോറൻസിക്കിൽ നിന്നും ആരും വരാത്തത് എന്താണെന്ന് ചോദിച്ച് അവിടെ വന്ന പോലീസുകാരെ അവർ ചോദ്യം ചെയ്ത് കീറി മുറിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഹീറോയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഈ LGBTQ സമൂഹത്തെ കണ്ടാലേ തീരെ ഇഷ്ടമല്ല. മരിച്ച വ്യക്തി ഒരു പക്ഷേ ഗേ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ തെറ്റായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാവുന്നു. ഇവിടെ നമ്മുടെ സെക്കൻഡ് ഹീറോ മാധവനെ കാണിക്കുന്നുണ്ട്. അവരും ഭാര്യയും തങ്ങളുടെ മകൻ കോളേജിൽ നിന്ന് വന്നാലുടൻ കല്യാണം കഴിപ്പിക്കാം എന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോഴാണ് അവർക്കൊരു ഞെട്ടിക്കുന്ന വാർത്ത ലഭിക്കുന്നത്. നാഗാലാൻഡിനടുത്ത് LGBTQ സമൂഹത്തിലുള്ളവർ ചേർന്ന് ഒരു സമരം നടത്തുന്നു. ഈ കഥ 2013 നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അന്ന് ആണും പെണ്ണും പ്രണയിച്ചാൽ തെറ്റാണ്, പെണ്ണും പെണ്ണും പ്രണയിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. അത് പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ സമരം. എന്നാൽ തന്റെ മകൻ അവിടെ നിന്ന് സമരം ചെയ്യുന്നത് കണ്ട് മാധവനും ഭാര്യയും ഞെട്ടുകയാണ്. നമ്മുടെ മകനും അപ്പോൾ LGBTQ സമൂഹത്തിൽ ചേർന്നവനാണോ എന്നവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ മകനെ ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ നോട്ട് റീച്ചബിൾ ആണ്. മകന്റെ കയ്യിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നാഗാലാൻഡിലേക്ക് ഒരു കോളേജ് പ്രൊജക്റ്റിനായി പോകുന്നു എന്ന് പറഞ്ഞിട്ട്. കോളേജ് പ്രൊജക്റ്റിനെന്ന് പറഞ്ഞ് അവിടെ പോയി സമരം ചെയ്യുകയാണോ എന്നിവർ ചോദിക്കുകയാണ്. അതേസമയം മഹിം റെയിൽവേ സ്റ്റേഷനിൽ വേറൊരിടത്ത് മരിച്ചില്ലേ, ആ സംഭവത്തെ കവർ ചെയ്യാമെന്ന മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഹീറോയോട് ചോദ്യം ചെയ്ത് വശം കെടുത്തുകയാണ്. ഇതെല്ലാം വീട്ടിലിരുന്ന് നമ്മുടെ മാധവൻ കാണുന്നുണ്ട്. നമ്മുടെ മാധവനും ഹീറോ അർജുനും തമ്മിൽ മുൻപേ തന്നെ ഒരു ശത്രുതയുണ്ട്. അതെന്താണെന്ന് പിന്നാലെ പറയാം. ഇപ്പോൾ നമ്മുടെ ഹീറോ അർജുന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഭയങ്കരമായി ചൂടാവുന്നുണ്ട്.
നിന്റെ അച്ഛനേക്കാൾ നീ മെച്ചപ്പെട്ടവനായിരിക്കും എന്ന് കരുതിയാൽ നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അച്ഛനെ വെച്ച് അപമാനിക്കുകയാണ്. ഈ മാധ്യമങ്ങളെ കൊണ്ടൊന്നും ഓരോന്ന് പറയിപ്പിക്കാതെ മര്യാദയ്ക്ക് ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നും പറയുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് കിട്ടിയ ഒരേ ഒരു സൂചന ആ പയ്യന്റെ കയ്യിലുള്ള ദിനേശ് എന്ന പേരാണ്. ആ പേരിൽ അവൻ ആരെങ്കിലും അറിയാമോ? അവന്റെ ഫോൺ എടുത്ത് ട്രാക്ക് ചെയ്ത് അവസാനം അവൻ ആർക്കൊക്കെ കോൾ ചെയ്തിട്ടുണ്ട്, ആരൊക്കെയായി സംസാരിച്ചു എന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് ഹീറോയിനെ ഏൽപ്പിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കിഡ്നി അവർ സാധാരണയായിട്ടല്ല എടുത്തിരിക്കുന്നത്, വളരെ ക്രൂരമായി കൈകൊണ്ട് തന്നെ വലിച്ചൂരിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അത്രയൊരു വെറുപ്പോടെയാണ് ഈ സുനിൽ എന്ന പയ്യനെ അവർ കൊന്നിരിക്കുന്നത്. ഇപ്പോൾ വടിവേലുവും വിവേകും കുറച്ച് മടിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ അർജുൻ്റെ അടുത്ത് വന്നിട്ട്, സാറിനോടൊരു സത്യം പറയാം, ഇപ്പോൾ മരിച്ചില്ലേ സുനിൽ, അവൻ്റെ കോൾ ട്രേസ് ചെയ്താൽ ഞങ്ങളുടെ നമ്പറും വരും സാർ എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് ഹീറോ ചോദിക്കുന്നു. അവൻ ഞങ്ങളുടെ ഇൻഫോമർ ആയിരുന്നു സാർ, ഇതുപോലെ ഒത്തിരി പേർ തൊഴിൽ ചെയ്യുന്നുണ്ടല്ലോ, അവരെയൊക്കെ ഈ സുനിലിനെ വെച്ചിട്ടാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് എന്നും അവർ പറയാണ്. നമ്മുടെ ഹീറോ തലയാട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് മരിച്ച സുനിലിന്റെ ബോഡി അവരുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. നമ്മുടെ ഹീറോ അവരുടെ വീട്ടിൽ പോയി ചില പരിശോധനകളൊക്കെ നടത്തുന്നു. അങ്ങനെ നിങ്ങളുടെ മകൻ സുനിൽ ആരുമായെങ്കിലും അടുത്ത ഇടപഴകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വീട്ടിൽ ദിനേശ് എന്നൊരു പയ്യനുണ്ട്, അവനെ എല്ലാവരും ബാറ്ററി എന്നാണ് വിളിക്കുക, അവൻ്റെ കൂടെയാണ് അടുത്ത് ഇടപഴകാറുള്ളത് എന്ന് പറയുന്നു. ഇപ്പോൾ ആ ദിനേശിനെ തേടി ആ അടുത്ത വീട്ടിലും പോവാണ്. പക്ഷെ അവൻ വീട്ടിലില്ല. അതേസമയം മരിച്ച സുനിലിന്റെ മരണത്തിൽ ഒരു പയ്യൻ കരയുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സംഭവം ആരാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഹീറോയ്ക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇവർക്കൊരു വിവരം ലഭിക്കുന്നത്. ആ ഒളിച്ചോടിയ ദിനേശില്ലേ, അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ആ വിവരം നമ്മുടെ ഹീറോയും വോക്കി ടോക്കിയിലൂടെ പറയുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് മുൻപേ ഈ വടിവേലുവും വിവേകും ആ സ്ഥലത്തേക്ക് പോവാണ്. ആ ദിനേശിനെ പിടിക്കുന്നു. മാത്രമല്ല ഒരു തോക്കെടുത്ത് അവനെ വെടിവെക്കാനും ഈ വിവേക് ശ്രമിക്കുന്നുണ്ട്. അതിനുള്ളിൽ നമ്മുടെ ഹീറോ ആ സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ ആ ദിനേശിനെയും കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറയുന്നു. അതേസമയം നിങ്ങളോട് പിടിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാണ് അവനെ വെടിവെക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് വടിവേലുവിനെയും വിവേകിനെയും നോക്കി ഹീറോ ചോദിക്കുന്നു. ഇവർ രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് ഹീറോയ്ക്കും മനസ്സിലാവുന്നു. ഇവിടെ നമ്മുടെ സെക്കൻഡ് ഹീറോ മാധവനും ഒരു പബ്ബിലേക്ക് പോവാണ്. ആ സ്ഥലത്ത് വെച്ച് പഴയ സുഹൃത്തായ ടെണ്ടുൽക്കറെ അദ്ദേഹം കാണാണ്. ഇപ്പോൾ ആ ടെണ്ടുൽക്കർ ആകെ മാറി. ഒരു LGBTQ സമൂഹത്തിൽപ്പെട്ട ഗിൽ എന്ന പയ്യനുമായി റിലേഷൻഷിപ്പിലാണ്. ആ പയ്യനെയൊക്കെ ഈ മാധവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മകനും ഒരു പക്ഷേ ഈ സമൂഹത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന്റെ ജീവിതവും ഇങ്ങനെ തന്നെ ആകില്ലേ എന്നോർത്ത് സെക്കൻഡ് ഹീറോ മാധവൻ ഭയപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ അർജുൻ രാത്രി മുഴുവൻ ഇരുന്ന് മരിച്ച സുനിലിന്റെ കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണ്. അതിലൊരു നമ്പറിലേക്ക് ഇടയ്ക്കിടെ സംസാരിച്ചതായി കാണുന്നു. ആ നമ്പർ യൂണിറ്റ് എന്ന് പേരുള്ള ഒരു പയ്യൻ്റെതാണ്. പേര് നോക്ക്, യൂണിറ്റ് എന്നാണത്രേ. ഈ യൂണിറ്റ് എന്ന പയ്യനെ നന്നായി ഓർത്തു വെച്ചോളൂ കേട്ടോ. ഓപ്പണിംഗ് സീനിൽ സുനിലിന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷമാണല്ലോ ഒരുത്തൻ വന്ന് അവനെ കൊന്നത്. അവൻ ഫോണിൽ അവസാനമായിട്ട് ഈ യൂണിറ്റിനോടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. ആ വ്യക്തി ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത ദിനേശ് ഉണ്ടല്ലോ, അവനെ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ അവൻ നിരപരാധിയാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്തിനാണ് മരിച്ച സുനിലിന്റെ ബോഡിയിൽ ദിനേശ് എന്ന പേരുണ്ടായിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ആ സൈക്കോ അടുത്തതായി ദിനേശ് എന്നയാളെ കൊന്നാലോ എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ സംശയിച്ചതുപോലെ തന്നെ ഇപ്പോൾ അതേ റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു മൃതദേഹം കൂടി കിടക്കുന്നു. ഇവരെല്ലാവരും കൂടി വേഗത്തിൽ ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെയും ആ മൃതദേഹം വളരെ ക്രൂരമായ അവസ്ഥയിലാണ്. അങ്ങനെ രണ്ടാമത്തെ സംഭവം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ആ മൃതദേഹം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ കടലാസ് കഷ്ണമുണ്ട്. ആ കടലാസിൽ അടുത്തതായി ചാകാൻ പോകുന്നത് വിവേക് ആണെന്ന് പറഞ്ഞ് വിവേകിന്റെ പേര് എഴുതിയിട്ടുണ്ട്. വിവേക് ആരാണ്? നമ്മുടെ ഹീറോയുടെ സ്റ്റേഷനിലുള്ള പോലീസുകാരൻ. അത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ ആ വിവേകിനെയും നമ്മുടെ ഹീറോയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട്, നീ എന്താണ് ചെയ്തിരിക്കുന്നത്, നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, എങ്ങനെ നിന്റെ പേര് വരും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ വിവേക് താനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സാർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും സാർ, എനിക്കൊരു മകനുണ്ട് സാർ എന്നൊക്കെ പറയാണ്. കുറച്ച് നാളത്തേക്ക് ഈ വിവേകിന്റെ കൂടെ ഏതെങ്കിലും പോലീസുകാരനെ സുരക്ഷയ്ക്ക് വിടാൻ പറയാണ്. ഇപ്പോൾ രണ്ടാമതായി മരിച്ച വ്യക്തിയും LGBTQ സമൂഹത്തിൽപ്പെട്ട ആളാണ്. അയാളുടെ കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ അതിലൊരു നമ്പർ ഉണ്ട്. അതേ നമ്പർ മുൻപ് മരിച്ച സുനിലിന്റെ കോൾ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. അത് ആരുടേതാണെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ മാധവൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകന്റെ ആണെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ മുൻപത്തെ പകയൊക്കെ മറന്ന് നമ്മുടെ ഹീറോ അർജുൻ മാധവന്റെ വീട്ടിലേക്ക് പോവാണ്. മാധവനേക്കാളും അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ അർജുനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മാധവന്റെ അടുത്ത് വന്നിട്ട്, ഔദ്യോഗികമായി നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ സ്റ്റേഷനിലേക്ക് വാ എന്ന് നമ്മുടെ ഹീറോ വിളിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്കിടയിൽ എന്ത് പകയാണുള്ളതെന്ന് കാണിക്കുന്നത്. പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അതേ സമയത്താണ് നമ്മുടെ ഹീറോയുടെ അച്ഛനും പോലീസായിരുന്നത്. അച്ഛൻ പോലീസ് ആയതുകൊണ്ടാണ് നമ്മുടെ ഹീറോയ്ക്കും പോലീസ് ജോലി കിട്ടിയത്. ഈ മാധവൻ മുൻപ് ജേർണലിസ്റ്റ് ആയിരുന്നു. അക്കാലത്ത് ഒത്തിരി കേസുകൾക്കായി മാധവൻ അലഞ്ഞിരുന്നു.
ഒരു ദിവസം നമ്മുടെ ഹീറോ അർജുൻ നന്നായി മദ്യപിച്ച് ബൈക്കിൽ പോകുമ്പോൾ പെട്രോൾ തീർന്ന് ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ മാധവൻ പെട്രോളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ സന്തോഷത്തിന് കാരണക്കാരൻ തന്നെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ മേൽ വരാനിരുന്ന ഒരു കേസ് എൻ്റെ അച്ഛൻ 10 ലക്ഷം രൂപ വാങ്ങി തടഞ്ഞു നിർത്തി എന്ന് ഉറ്റ സുഹൃത്തായതുകൊണ്ട് നമ്മുടെ ഹീറോ സത്യം പറഞ്ഞു പോവാണ്. എന്നാൽ മാധവൻ അവിടെ സൗഹൃദം നോക്കാതെ അവിടെ നടക്കുന്ന തെറ്റ് നോക്കി ആ വിവരം പത്രത്തിൽ എഴുതുകയും അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിൽ നമ്മുടെ ഹീറോയുടെ കുടുംബം തന്നെ തലകുനിച്ചു പോവാണ്. അതിൽ നിന്നാണ് ഇവരുടെ സൗഹൃദം അവസാനിച്ചത്. അതെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. ഇപ്പോൾ പ്രസന്റിലേക്ക് വരുന്നു. LGBT-യിലുള്ള ഒത്തിരി ആളുകൾ വന്ന് സമരം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉറങ്ങുകയാണോ, പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു. അപ്പോഴാണ് രണ്ടാമതായി മരിച്ചവന്റെ ഫോണിലും മുൻപ് മരിച്ച സുനിലിന്റെ ഫോണിലും വേറൊരു നമ്പറും മാച്ച് ആവുന്നുണ്ട്. അതേ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ നമ്പറാണ്. ആ യൂണിറ്റാണ് സുനിലിന് അവസാനം കോൾ ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ വെച്ച് ആ യൂണിറ്റിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. ഇവിടെ വടിവേലുവും വിവേകും അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിന്റെ ജീവന് തന്നെ ഇപ്പോൾ ആപത്താണ്, എന്നാലും പോലീസിനോട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നീ പുറത്ത് പറയരുത്, കണ്ടില്ലേ പണമൊക്കെ ഇവിടെ ഭദ്രമായിട്ടുണ്ട്, പണത്തെക്കുറിച്ച് വായ തുറക്കരുത് എന്ന് പറഞ്ഞ് ഇവരൊരു രഹസ്യകാര്യം സംസാരിക്കുകയാണ്. ഇപ്പോൾ വിവേകും ആരായിരിക്കും ഈ സംഭവം ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പപ്പുവിൻ്റെ പണിയായിരിക്കുമോ എന്നവർ സംസാരിക്കുന്നു. ആ പപ്പു ആരാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഇവിടെ ആ യൂണിറ്റിനെ കാണിക്കുന്നു. ഈ യൂണിറ്റ് ആദ്യം മരിച്ച സുനിലില്ലേ, അവൻ്റെ കൂടെ റിലേഷൻഷിപ്പിലായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചിരുന്നു. ഇവൻ സുനിലിനോട് എത്രയോ തവണ പറഞ്ഞിരുന്നു ഈ തൊഴിൽ ഉപേക്ഷിക്ക്, ഇടയ്ക്കിടെ ആ റെയിൽവേ സ്റ്റേഷനിലേക്കൊന്നും പോവല്ലേ എന്ന്, നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഒന്നിച്ച് ജീവിക്കാമെന്ന്. പക്ഷേ ആ സുനിൽ കേൾക്കാതെ ഇവനോട് സംസാരിച്ചിട്ട് തിരിച്ച് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ സംഭവം നടന്നത്. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് യൂണിറ്റ് അവിടെ പറയാണ്. അതേസമയം നമ്മുടെ ഹീറോ മാധവനെ കാണാൻ വിളിച്ചിരുന്നല്ലോ, അതുകൊണ്ട് മാധവൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിടത്ത് ഇരുത്തിയിട്ട് ഈ യൂണിറ്റിനെ നമ്മുടെ ഹീറോ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ യൂണിറ്റിനെ ചോദ്യം ചെയ്തതിൽ അവൻ സത്യമായി മരിച്ച സുനിലിനെ സ്നേഹിച്ചിരുന്നുവെന്നും അവൻ ആ കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ യൂണിറ്റിനോട് പോകാൻ പറയാണ്. ഇപ്പോൾ അവിടെ വന്ന മാധവനും എന്നെ എന്തിനാണ് വിളിച്ചത് എന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ LGBTQ സമൂഹത്തിലുള്ള 2 പേർ അടുത്തടുത്ത് മരിച്ചിരിക്കുന്നു. ആ 2 പേരുടെയും കോൾ ഹിസ്റ്ററിയിലും നിന്റെ മകന്റെ നമ്പറുണ്ട്, നിന്റെ മകനെ എനിക്ക് ചോദ്യം ചെയ്യണം, കൂട്ടിക്കൊണ്ടുപോവാ, അതിനാണ് നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാതിരി ഭയമാവുന്നുണ്ട്. ഇവിടെ ആ ലേഡി പോലീസിലെ ഹീറോയിൻ അവരെ കാണിക്കുകയാണ്. അക്ബർ എന്നൊരു പയ്യൻ നമ്മുടെ ഹീറോയിനെ കുറെ നാളായി പ്രണയിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആ പയ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. അതറിയുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയുടെ വീട് കാണിക്കുന്നു. നമ്മുടെ ഹീറോ ഭയങ്കരമായി ഈ ക്ലാസ് വ്യത്യാസമൊക്കെ നോക്കും. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ചെറിയ മകനുണ്ടല്ലോ, ആ മകൻ എപ്പോഴും ഹീറോയുടെ സ്റ്റേഷനിലുള്ള ആ വിവേകില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകന്റെ കൂടെയാണ് കളിച്ചിരുന്നത്. പക്ഷെ അത് നമ്മുടെ ഹീറോയ്ക്ക് തീരെ ഇഷ്ടമല്ല. സ്റ്റേഷനിൽ എനിക്ക് താഴെ നിൽക്കുന്ന ആ വിവേക് പോരാത്തതിന് അവന്റെ ജീവന് ഇപ്പോൾ ആപത്ത് തന്നെയാണ്, വെറുതെ അവന്റെ മകന്റെ കൂടെ ഒന്നും കളിക്കരുതെന്ന് പറഞ്ഞ് അവിടെ വെച്ച് സ്വന്തം മകനെ പിടിച്ച് ഭയങ്കരമായി വഴക്ക് പറയുന്നു. ഇവിടെ നമ്മുടെ സെക്കൻഡ് ഹീറോ മാധവനും ഈ കേസിൽ നമ്മുടെ മകന് ബന്ധം ഉണ്ടാകുമോ എന്ന് കരുതി അവരും ആ സൈക്കോ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നു. അതിൽ മരിച്ച സുനിലിന്റെ വീട്ടിലൊക്കെ പോയി നോക്കുമ്പോൾ സുനിൽ ആ ബാത്റൂമിൽ തൊഴിൽ ചെയ്യുമല്ലോ. അങ്ങനെ അവന്റെ കൂടെ സ്ഥിരമായി വന്നു പോകുന്ന ഒരു കസ്റ്റമറുടെ പേരും കിട്ടുന്നു. ആ കസ്റ്റമറുടെ പേരാണ് പപ്പു. ഇപ്പോൾ ആ പപ്പുവിൻ്റെ വീട്ടിലേക്കും പോയി അന്വേഷിക്കാമെന്ന് കരുതി ചെല്ലുകയാണ്. പക്ഷേ പപ്പു ഇപ്പോൾ മരിച്ചു പോയിരുന്നു അത്രേ. അത് അവരുടെ ഭാര്യ ഐശ്വര്യ റായ് എന്ന് നമുക്ക് പേരിടാം. അവർ പറയുന്നുണ്ട്. പപ്പു എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചില മാസങ്ങൾക്ക് മുമ്പ് പപ്പു ആത്മഹത്യ ചെയ്തതായി അവരുടെ ഭാര്യ ഐശ്വര്യ റായ് പറയുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാധവൻ താനൊരു ജേർണലിസ്റ്റ് ആണെന്നും ഈ പ്രചോദനം നൽകുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ ഞാൻ കഥ എഴുതും, അങ്ങനെ ഒരു പെൺകുട്ടി നിങ്ങൾ തനിയെ ഇരുന്ന് ഇത്ര കഷ്ടപ്പെടുന്നു എന്നത് ഒരു കഥയായി എഴുതണമെന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഇതൊക്കെ ചോദിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എങ്കിലും ഈ ഐശ്വര്യ റായ് ഉണ്ടല്ലോ, അവരുടെ ഭർത്താവ് പപ്പു സത്യത്തിൽ ആത്മഹത്യ ചെയ്തതാണോ അതോ അദ്ദേഹത്തിന്റെ മരണത്തിന് വേറെ കാരണമുണ്ടോ എന്ന് നമ്മുടെ മാധവന് ഒരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് പർദ്ദയൊക്കെ ഇട്ട് ഏതൊരു പെൺകുട്ടി വരുന്നുണ്ട്. അങ്ങനെ രഹസ്യമായി വീട്ടിൽ പോയി ഒളിക്കുകയാണ്. ഇപ്പോൾ ഹീറോ അർജുന്റെ കൂടെ ചേർന്ന് നമ്മുടെ ഹീറോയിനും ആ കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി അലഞ്ഞിട്ട് അവരും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവരുടെ മുറിയിലെ ആ ദുരൂഹ വ്യക്തിയെ നമ്മുടെ ഹീറോയിൻ കാണുന്നത്. ഇവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോ അർജുൻ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി വെറും 4 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് തിരിച്ച് സ്റ്റേഷനിൽ പോവാമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ വരികയാണ്. പക്ഷെ അപ്പോഴും അവരുടെ അച്ഛൻ രാത്രി റൂമിൽ ഭയങ്കരമായി ബഹളം വെക്കുന്നുണ്ട്. റൂമിൽ പോയിട്ട് എന്താ പ്രശ്നം വെച്ചാ എന്ന് ചോദിക്കുമ്പോൾ നല്ല തണുപ്പാണ്, ഫാൻ ഞാൻ ഓഫ് ചെയ്താൽ നിന്റെ മകൻ ആ ഫാൻ ഓൺ ആക്കുകയാണ്, ഫാൻ ഇല്ലാതെ ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുന്നു. എനിക്ക് തണുക്കുന്നടാ, എനിക്ക് തനിച്ചൊരു റൂം പോലുമില്ല, നിങ്ങൾ സന്തോഷമായിരിക്കാൻ മകനെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് എന്ന് കണ്ടമാനം സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. നിങ്ങളുടെ പ്രായത്തിൽ എത്രയോ പേര് മരിച്ചു പോകുന്നു, നിങ്ങൾ എന്താ ചാകാത്തത്, എന്തിനാണ് ഇവിടെ ഇരുന്ന് ജീവൻ കളയുന്നത്, റോഡിൽ പോയി കിടന്നൂടെ എന്ന് പറഞ്ഞ് ഭയങ്കരമായി ചൂടായി അച്ഛനെ വേദനിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവരുടെ പേര് ഫർഹാന.
ഇവർ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, സ്നേഹമുള്ളൊരു കാമുകി കൂടിയാണ്. അതെ, നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, ആ പോലീസുകാരി, അവരും ഈ LGBTQ സമൂഹത്തിൽപ്പെട്ട ആളാണ്. ഇവർ രണ്ടുപേരും ഇസ്ലാം മതവിശ്വാസികളാണ് എന്നതുകൊണ്ട് ഈ വിവരം പുറത്തു പറയാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഹീറോയിന്റെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ കുറച്ച് സന്തോഷമായിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു വശത്ത് നമ്മുടെ ഹീറോയും മകന് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ മകൻ ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ ഒരു അശ്ലീല പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മുടെ മകനെ തല്ലുന്നുണ്ട്. നിനക്ക് ആരാടാ ഈ ബുക്കൊക്കെ തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സ്റ്റേഷനിൽ നിങ്ങൾക്ക് താഴെ ജോലി ചെയ്യുന്ന വിവേകില്ലേ, അദ്ദേഹത്തിന്റെ മകനാണ് തന്നത് എന്ന് മകൻ സമ്മതിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവരുടെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ജോലിയായിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നു. അച്ഛനെയും അമ്മയും സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് പെരുമാറുന്നത്. ഇവരും ബെഡ്ഷീറ്റൊക്കെ പതച്ച് അവിടെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നു. പാവം, കുറെ നാളുകൾക്ക് ശേഷം ഫ്രണ്ട് വീട്ടിൽ വന്നതല്ലേ, രണ്ടുപേരും ക്ഷീണത്തിൽ ഉറങ്ങുകയാണെന്ന് വിശ്വസിച്ച് അവരും അവിടെ നിന്ന് പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോ അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിലേക്ക് വരികയാണ്. നേരെ വന്ന് ആ വിവേകിന്റെ കയ്യിൽ ആ പുസ്തകം കൊടുത്തിട്ട്, നിന്റെ മകനാണ് എൻ്റെ മകനെ ചീത്തയാക്കുന്നത്, ഞാൻ ഇന്നലെ എൻ്റെ മകനെ തല്ലി, നീ നിന്റെ മകനെ പോയി തല്ല് എന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ മാധവൻ ഉണ്ടല്ലോ, അദ്ദേഹവും ഈ ടെണ്ടുൽക്കറെ കാണാനായി വരികയാണ്. നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഈ മഹിമിൽ തുടർന്ന് ഈ LGBTQ സമൂഹത്തിൽപ്പെട്ടവരൊക്കെ മരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ബാത്റൂമിന് എന്ത് സ്പെഷ്യാലിറ്റിയാണുള്ളത്, എന്തിനാണ് ആ സ്ഥലത്ത് വേശ്യാവൃത്തി നടത്തുന്നത് എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട്, അത് വേശ്യാവൃത്തി ഒന്നുമല്ല, പൊതുവെ ഒരു പയ്യൻ തനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, ആണുങ്ങളെയാണ് ഇഷ്ടമെന്ന് സമൂഹത്തിൽ പറയുമ്പോൾ അവനെ ആരും അംഗീകരിക്കില്ല. അങ്ങനെ അവനിലുള്ള വികാരങ്ങളൊക്കെ അവൻ എവിടെയെങ്കിലും പ്രകടിപ്പിക്കണം. അങ്ങനെ അത് പ്രകടിപ്പിക്കുന്ന ഒരിടമാണ് ആ റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ബാത്റൂം. ഞാൻ പോലും ഒരു കാലത്ത് ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ വരുന്ന ആണുങ്ങളോട് എൻ്റെ സ്നേഹവും പ്രണയവും ഞാൻ പ്രകടിപ്പിക്കും. ഈ നാടിനുള്ളിൽ ഞങ്ങൾക്കായി ഒരു സ്പേസും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് ആരോ ഒരുത്തൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വച്ചിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ടെണ്ടുൽക്കറുടെ ലവർ ആ ഗിൽ എന്ന പയ്യൻ അടുത്തിരുന്ന് അദ്ദേഹത്തെ സ്നേഹത്തോടെ കൊഞ്ചിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛനെ കാണിക്കുകയാണ്. ഹീറോ അച്ഛനെ വളരെ മോശമായി ചീത്ത വിളിച്ചില്ലേ, അതുകൊണ്ട് രാത്രി ഞാൻ വീട്ടിൽ തങ്ങിയാൽ നിനക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിൽ വാച്ച്മാനായി ഞാൻ ആവാൻ പോവാണ് എന്ന് പറയുന്നു. ഇതിൽ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര നാണക്കേട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അച്ഛൻ ചെയ്താൽ എൻ്റെ അന്തസ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു പോവാണ്. ഇവിടെ നമ്മുടെ വിവേകിനെ കാണിക്കുന്നു. വിവേക് തന്റെ മകന്റെ അടുത്ത് വന്നിട്ട്, എടാ, ഈ അർജുന്റെ മകന് നീ പുസ്തകം കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. വിവേകിന്റെ മകനും അച്ഛൻ തല്ലുമോ എന്ന് കരുതി പേടിക്കുകയാണ്. ഈ വിവേകിന്റെ മകന് ആഴ്ച തോറും ഒരു ഇമ്മ്യൂണിറ്റി ഇഞ്ചക്ഷൻ എടുക്കണം, കാരണം അവന് എന്തോ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ നമ്മുടെ വിവേകും എടുക്കും, മകനും എടുക്കണം. ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ മകൻ ഇദ്ദേഹം കൊടുക്കുകയാണ്. ഒരാഴ്ചത്തേക്കുള്ള ഇഞ്ചക്ഷനാണ് നിനക്ക് ഇപ്പോൾ എടുത്തത് എന്ന് വിചാരിച്ച് 1 വർഷത്തേക്ക് വേണ്ട ഇഞ്ചക്ഷനൊക്കെ ഒരേ സമയം ശരീരത്തിൽ കുത്തിയാൽ നിനക്കിപ്പോൾ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, മുൻകൂട്ടി അറിയണമെന്ന് ചിന്തിക്കരുത്, അതിനുള്ളൊരു വയസ്സുണ്ട് എന്ന് പറഞ്ഞ് മകന് വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവരെ കാണാൻ അക്ബർ എന്ന പയ്യൻ വരികയാണ്. ഇവൻ പ്രണയിക്കുന്ന കാര്യം ആ അക്ബറിന്റെ വീട്ടിലും അറിയാം, ഹീറോയിന്റെ വീട്ടിലും അറിയാം. പക്ഷെ ഹീറോയിന് ആ പയ്യനെ ഇഷ്ടമല്ല. ഹീറോയിന്റെ അമ്മയും വേഗം തന്നെ ആ അക്ബറിനെ കല്യാണം കഴിച്ചോ, അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫർഹാനെ വെച്ചുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. അതിൽ നമ്മുടെ ഫർഹാനയുടെ മനസ്സ് തകർന്നു പോവാണ്. പോലീസുകാരി, നിന്റെ ബുദ്ധി നീ കാണിച്ചല്ലോ, ഇപ്പൊ വേറൊരു പയ്യനെ കിട്ടിയല്ലേ, എങ്ങനെയെങ്കിലും നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് നീ ലംഘിക്കില്ല, എന്നെ മറന്ന് ആ പയ്യന്റെ കൂടെ പോവും എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ ഫർഹാന നമ്മുടെ ഹീറോയിനുമായി വഴക്കിട്ട് അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ ആ സെക്കൻഡ് ഹീറോ മാധവനും തിരിച്ച് ആ ഐശ്വര്യ റായ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് വന്ന് വീണ്ടും ഭർത്താവിനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവ് നാട് ചുറ്റി കുറെ പേരിൽ നിന്ന് കടം വാങ്ങി, അതിൽ കുറെ കടം വീട്ടി ഞാനാണ് അതിന് സഹായിച്ചത്, അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഈ മാധവൻ തൻ്റെ വീട്ടിൽ വന്ന് മകന്റെ റൂം പരിശോധിച്ച് നോക്കുമ്പോൾ മാധവന്റെ മകൻ ആദ്യം മരിച്ച സുനിലിന്റെ ലവറായ യൂണിറ്റില്ലേ, അവന്റെ കൂടെ ചേർന്നെടുത്ത ഫോട്ടോകളൊക്കെ കാണുന്നുണ്ട്. അത് കണ്ട് ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മകൻ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ബാത്റൂമിലേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ചില ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും തൊഴിൽ നടക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇപ്പോൾ സ്ഥലം മാറി എന്ന് പറഞ്ഞ് അവരൊരു ലൊക്കേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് വന്ന് ആ യൂണിറ്റ് ഉണ്ടല്ലോ, അവനോട് വന്ന് സംസാരിക്കാമെന്ന് കരുതി നമ്മുടെ മാധവൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ യൂണിറ്റിനെയും കണ്ട് ഈ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് വരികയാണ്. അതിനുള്ളിൽ ആ സ്ഥലത്തേക്ക് പോലീസുകാർ വരുന്നുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് രണ്ടുപേരും എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇപ്പോൾ അവരോടൊപ്പം ചേർന്ന് നമ്മുടെ മാധവനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതൊക്കെ ഒരു വശത്തിരിക്കെ മറ്റൊരു വശത്ത് ഹീറോയുടെ വാക്ക് പോലും കേൾക്കാതെ വീണ്ടും വാച്ച്മാനായി മാറുകയാണ് നമ്മുടെ ഹീറോയുടെ അച്ഛൻ. ഹീറോ എത്ര കെഞ്ചിയാലും നിങ്ങൾ രാത്രി വീട്ടിൽ സമാധാനമായി ഉറങ്ങുക, എനിക്ക് ഇവിടെ ഒരു റൂം തന്നിട്ടുണ്ട്, ഞാനിവിടെ കിടന്നോളാം, ഞാൻ വാച്ച്മാൻ പണി നോക്കാൻ പോവാണ്, ലോകത്തിലെ ബെസ്റ്റ് വാച്ച്മാൻ ഞാനാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ ജോലി നോക്കും എന്ന് പറഞ്ഞ് അദ്ദേഹവും അവിടെ ജോലി നോക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും കുറച്ചായി മനസ്സിലാവുന്നുണ്ട് തൻ്റെ ദേഷ്യം കാരണം കുടുംബത്തിലുള്ളവരൊക്കെ നമ്മളെ കുറച്ചായി മാറ്റി നിർത്തുന്നു എന്ന്. ഇവിടെ നമ്മുടെ മാധവൻ സ്റ്റേഷനിൽ അവിടെ തൊഴിൽ ചെയ്യുന്നവരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴാണ് ആ യൂണിറ്റ് ഉണ്ടല്ലോ അവനെ കൂട്ടിക്കൊണ്ടുപോയി 2 പോലീസുകാർ തല്ലിച്ചതച്ച് തിരിച്ച് ലോക്കപ്പിനുള്ളിലേക്ക് ഇട്ടുപൂട്ടുന്നത്. എന്തിനാണ് നിന്നെ തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാർ ഇങ്ങനെയാണ്, ഞങ്ങൾ തന്നെ വയറ്റിപ്പഴപ്പിനായി 2000 രൂപയോ 1000 രൂപയോ സമ്പാദിക്കും, അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലുന്നത്, അത് വാങ്ങിയിട്ട് രാവിലെ കേസ് പോലും ഇടാതെ വിട്ടേക്കും എന്നൊക്കെ പറയാണ്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഹീറോയും വരികയാണ്. തൻ്റെ ഫ്രണ്ട് മാധവനെ അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. അവിടെയുള്ള പോലീസുകാരെയൊക്കെ വഴക്ക് പറഞ്ഞ് ഇപ്പോൾ ആ മാധവനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുന്നു. ഈ യൂണിറ്റ് വളരെ നല്ലവനാണെന്ന് പറഞ്ഞ് ഈ മാധവൻ ഈ യൂണിറ്റിനെയും പുറത്തിറക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ മാധവന്റെ മകൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് മാധവന് ജീവൻ വരുന്നത്. മറുവശത്ത് നമ്മുടെ വിവേകും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ ആ വിവേകിനെ കൊല്ലാനായി അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു ദുരൂഹ വ്യക്തി ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. അങ്ങനെ വിവേകും ആഴ്ചതോറും ഇഞ്ചക്ഷൻ എടുക്കാറില്ലേ, അങ്ങനെ ഈ ആഴ്ചത്തേക്കുള്ള ഇഞ്ചക്ഷൻ വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്ക് എന്ന് മെഡിക്കൽ ഷോപ്പിൽ പറയാണ്. അവരും ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന തൻ്റെ മകനെയും സെക്കൻഡ് ഹീറോ മാധവൻ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നമ്മുടെ ഹീറോയെ കാണുന്നു. ഈ കൊലപാതകങ്ങൾ നടക്കുന്ന ഡേറ്റിൽ നീ എവിടെയായിരുന്നു എന്ന് ഹീറോ അന്വേഷിക്കുന്നു. മാധവന്റെ മകനും താൻ നാഗാലാൻഡിൽ കോളേജ് പ്രൊജക്ട് കാര്യമായിട്ടായിരുന്നു എന്ന് പറഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇതുവഴി മാധവന്റെ മകൻ ആ 2 കൊലപാതകങ്ങളും ചെയ്തിട്ടില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ മാധവനെയും വിളിച്ചിട്ട് ആ 2 പേരെയും കൊന്നത് ഇവനല്ല എന്നെനിക്ക് നേരത്തെ അറിയാം, കാരണം 2 കൊലപാതകങ്ങളും നടന്ന ഡേറ്റിൽ നിന്റെ മകന്റെ നമ്പർ എവിടെയായിരുന്നു എന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയതിൽ നാഗാലാൻഡാണ് കാണിച്ചത്. നീ ഒരു കാലത്ത് എൻ്റെ കുടുംബത്തെ തന്നെ അപമാനിച്ചില്ലേ, അതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് സത്യം പറയുന്നു. നീ ചെയ്തതിന് ഇപ്പോൾ ഞാൻ ചെയ്തത് ശരിയായി, ഇപ്പോൾ നമ്മൾ 2 പേരും ഒന്നാവുകയാണ്, തിരിച്ച് ഫ്രണ്ട്സ് ആകാം. എനിക്ക് ഈ കേസ് തീർക്കാൻ കഴിയുന്നില്ല, നിന്റെ സഹായം ആവശ്യമുണ്ട്, നമ്മൾക്ക് 2 പേർക്കും ചേർന്ന് ഈ കേസ് തീർത്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹീറോ അർജുനും സെക്കൻഡ് ഹീറോ മാധവനും അവിടെ ഒന്നിക്കുന്നു. അതേസമയം ഈ പോലീസുകാരൻ വിവേകിന്റെ വീട്ടിലേക്ക് വന്ന് ആ ഇഞ്ചക്ഷനും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുത്തിട്ട് പോവാണ്. അദ്ദേഹം ആ ഇഞ്ചക്ഷൻ എടുത്ത് തന്റെ മകന് കുത്തിവെക്കുകയാണ്. പാവം ആ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ദാരുണമായി മരിച്ചു പോവാണ്. അതായത് ആ ദുരൂഹ വ്യക്തി ഈ വിവേകിനായി വിരിച്ച വലയിലാണ് അദ്ദേഹത്തിന്റെ മകൻ വീണിരിക്കുന്നത്. ആ സ്ഥലത്ത് എല്ലാവർക്കും ഷോക്കാവുകയാണ്. ഇപ്പോൾ ഈ കാര്യം നമ്മുടെ ഹീറോ അർജുനും മാധവനും അറിയാണ്. ഓടിച്ചെന്ന് ഈ വിവേകിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ മകന്റെ മൃതദേഹം കണ്ട് ഇവർക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. തന്റെ ജീവനായി കരുതിയ മകൻ നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞ് ഇപ്പോൾ വിവേകം ഭ്രാന്ത് പിടിച്ച പോലെ മാറുന്നു. ഇപ്പോൾ മരിച്ചുപോയ വിവേകിന്റെ മകന്റെ പോക്കറ്റ് നോക്കുമ്പോൾ അതിൽ അടുത്തതായി ആര് ചാകാൻ പോകുന്നു എന്നൊരു പേരുണ്ട്. അത് വേറെ ആരുമല്ല, ഈ വടിവേലു എന്ന് എഴുതിയിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഈ വടിവേലുവും വിവേകം ചേർന്ന് ഏതോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 പേരെയും വിളിച്ച് ചോദ്യം ചെയ്യാം എന്ന് നമ്മുടെ ഹീറോ അർജുനും തീരുമാനിക്കുന്നു. എന്നാൽ അതേ രാത്രി തന്നെ വിവേക് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് എൻ്റെ മകന്റെ മരണത്തിന് കാരണക്കാരൻ ഈ വടിവേലു നീയാണ് എന്ന് പറഞ്ഞ് വടിവേലുവിന്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ എത്രയോ പറഞ്ഞു വലിയ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്, വേണ്ട എന്ന് പറഞ്ഞു. പണത്തിനുള്ള ആർത്തി വെച്ച് നീയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇപ്പൊ നീ കാരണം എൻ്റെ മകൻ തന്നെ മരിച്ചുപോയി, നീ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കണ്ട, അടുത്തതായി നിന്നെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അവനെന്തിനാ കൊല്ലുന്നത്, ഞാൻ തന്നെ നിന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ വിവേക് തന്നെ തന്റെ സുഹൃത്തായ പോലീസുകാരൻ വടിവേലുവിനെ കൊല്ലുന്നു. ഇപ്പോൾ നേരെ ആ തോക്കും എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരുന്നു. അത് കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. വിവേകിന്റെ അടുത്ത് എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ഹീറോ വന്ന് ചോദിക്കുകയാണ്. ഞാൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനായ വടിവേലുവിനെ കൊന്നു, അതെ ഞാൻ അതെന്റെ കൈകൊണ്ട് തന്നെ ചെയ്തു എന്ന് സത്യം സമ്മതിക്കുന്നു. അവരൊരു ഭയങ്കരമായ സത്യം ഇവിടെ പറയാണ്. അതായത് ആ ബാത്റൂമിൽ, ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ബാത്റൂമിൽ സാധാരണയായി വേശ്യാവൃത്തി നടക്കുമായിരുന്നു. പ്രധാനമായും ഈ LGBTQ സമൂഹത്തിലുള്ള ആണുങ്ങൾ ആ സ്ഥലത്ത് ഒന്നിച്ചിരിക്കാറുണ്ട്. ചില വിവാഹിതരായ ആണുങ്ങളും അവിടെ വരുമായിരുന്നു. അത് ഒരു സമയത്ത് ഇവർ 2 പേരും അവിടെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന പണക്കാരായ ആണുങ്ങളോട് അടുത്തു നിന്ന് എങ്ങനെയെങ്കിലും പണം തട്ടണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഇവരൊരു തുറുപ്പ് ചീട്ടായി ഓപ്പണിംഗ് സീനിൽ വന്ന സുനിലിനെ ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ അവനെ വെച്ച് അവിടെ കുറെ ആണുങ്ങളുടെ കൂടെ ആ സുനിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ആദ്യം ഇവർ വീഡിയോ എടുത്തിട്ട് ആ ആണുങ്ങളോട് നിങ്ങളുടെ ഭാര്യ ഏത് കാണിക്കും, വീട്ടിൽ കാണിക്കും, ഓഫീസിൽ പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒത്തിരി പണം തട്ടിയിട്ടുണ്ട്. അതിൽ പപ്പു എന്നൊരാളുണ്ട്. അതിപ്പോൾ നമ്മുടെ മാധവൻ പോയി ഐശ്വര്യ റായ് എന്ന ലേഡിയോട് സംസാരിച്ചില്ലേ, അവരുടെ ഭർത്താവ്. ആത്മഹത്യ ചെയ്ത ആ ഭർത്താവാണ് ഈ പപ്പു. അദ്ദേഹം ഈ വടിവേലുവിനും വിവേകിനും ഭീഷണിപ്പെടുത്തും തോറും ഒത്തിരി പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ പറയുന്നുണ്ട്. ഇതെല്ലാം പോലീസിനോട് ഈ വിവേക് സമ്മതിക്കുകയും ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഇതിൽ കൂടുതൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് അവിടെ സ്വയം വെടിവെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നമ്മുടെ ഹീറോ ഇനിയും വലിയ സമ്മർദ്ദത്തിൽ പെടുകയാണ്. ഡിപ്പാർട്ട്മെന്റിലുള്ള 2 പോലീസുകാർ ഇപ്പോൾ മരിച്ചുപോയി, മേലധികാരികളുടെ സമ്മർദ്ദം വേറെ. ഇപ്പോൾ ഈ 4 കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ 4 പേരുടെയും മരണത്തിനും ഒരുത്തൻ മാത്രമാണ് കാരണം. ആ ഒരുത്തൻ ആരാണ് എന്ന് തീവ്രമായി അന്വേഷിക്കുകയാണ്. മറ്റൊരു വശത്ത് ആ ടെണ്ടുൽക്കറെ കാണിക്കുന്നു.
ആ ടെണ്ടുൽക്കറിന് എയ്ഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ആ വിവരം അദ്ദേഹം അറിഞ്ഞ ഉടനെ തകർന്നു പോവാണ്. ഇവിടെ നമ്മുടെ മാധവന്റെ മകനെയും മാധവൻ തനിയെ വിളിച്ചിട്ട് നിനക്ക് എങ്ങനെയാടാ ആ യൂണിറ്റ് എന്ന പയ്യനുമായി ബന്ധം വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ കോളേജ് പ്രൊജക്ടിനായി ഈ LGBTQ സമൂഹത്തിലുള്ള ഈ തൊഴിൽ ചെയ്യുന്ന ഒത്തിരി പേരെ ഇന്റർവ്യൂ ചെയ്തു. അതുവഴിയാണ് അവനെ അറിയാൻ സാധിച്ചത് എന്നും പറയുന്നു. അങ്ങനെ ആ യൂണിറ്റിനെ വീട്ടിലൊക്കെ വിളിച്ച് സൽക്കരിച്ച് അവനോട് നന്നായി സംസാരിച്ചും അയക്കുന്നുണ്ട്. ഇപ്പൊ മാധവൻ തനിച്ച് അന്വേഷിച്ച ആ ഐശ്വര്യ റായ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് നമ്മുടെ ഹീറോയോട് പറയുന്നു. ഈ ഐശ്വര്യ റായുടെ ഭർത്താവിന്റെ പേരാണ് പപ്പു. നീ എന്റെ മകനെ സംശയിക്കുമ്പോൾ എനിക്ക് അവന് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ എന്ന് കരുതി ഞാൻ തനിച്ചൊരു അന്വേഷണം നടത്തി. അതിലാണ് ഈ ഐശ്വര്യ റായുടെ ഭർത്താവ് പപ്പു ആത്മഹത്യ ചെയ്തതാണെന്ന് അറിഞ്ഞത്. ഇപ്പൊ നമ്മുടെ മരിച്ചുപോയ പോലീസുകാരൻ വിവേകും പപ്പു എന്ന വ്യക്തിയിൽ നിന്നാണ് അധികം പണം വാങ്ങിച്ചതെന്നും പറയുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പപ്പുവിന് പിന്നിലുള്ള ഈ ഐശ്വര്യ റായെ ചോദ്യം ചെയ്താൽ നമുക്ക് സത്യം അറിയാൻ പറ്റും എന്നിവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാധവനെ പതിവ് പോലെ ഐശ്വര്യ റായുടെ വീട്ടിലേക്കും തനിച്ചയക്കുകയാണ്. നീ അവരുടെ ഭർത്താവ് പപ്പുവിനെ കുറിച്ച് കൂടുതലായി അന്വേഷിക്കുക. അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കത്തെഴുതി വെച്ചിട്ടാണ് മരിച്ചത്, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞ് മാധവനെ അയക്കുകയാണ്. മാധവനും ആ സ്ഥലത്ത് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് ഈ ഐശ്വര്യ റായ് കണ്ടുപിടിക്കുന്നു. സത്യം പറ, നിങ്ങൾ ആരാണ്? പോലീസ് തന്നെയല്ലേ എന്ന് ചോദിച്ച് ഒരു കത്തിയെടുത്ത് നമ്മുടെ മാധവനെ കുത്താൻ വരികയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് അതെല്ലാം തടുത്തു നിർത്തി ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഐശ്വര്യ റായെയും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും കുറെ നാളുകൾക്ക് ശേഷം അവർ സ്നേഹിക്കുന്ന ആ ഫർഹാനെ വന്ന് കാണാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് കെട്ടിപ്പിടിച്ച് നമുക്ക് ലണ്ടനിൽ പോവാം, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നൊക്കെ പ്ലാൻ ഇടുന്നു. അതെല്ലാം നമ്മുടെ ഹീറോയിനെ സ്നേഹിക്കുന്ന ആ അക്ബർ ഒരു വശത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ നേരെ വന്ന് ഹീറോയിന്റെ വീട്ടിൽ കാണിച്ചു കൊടുക്കുന്നു. ഇതിൽ ഹീറോയിന്റെ വീട് ആളിക്കത്താണ്. അവിടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും ഹീറോയിനെ തല്ലുന്നുണ്ട്. മറ്റൊരു വശത്ത് ഫർഹാനയുടെ വീട്ടിലും ഭയങ്കര ബഹളമാവുന്നു. അങ്ങനെ ഫർഹാനയെ ഒരു മുറിയിലിട്ട് പൂട്ടുകയാണ്. ഇതിൽ മനസ്സ് തകർന്ന നമ്മുടെ ഫർഹാനയും ഇതിനപ്പുറം കുടുംബത്തെ കഷ്ടപ്പെടുത്തി നമ്മുടെ ഹീറോയിന്റെ കൂടെയും ചേർന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഈ ജീവിതമേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് അവരും ആത്മഹത്യ ചെയ്യുന്നു. അതേ സമയത്താണ് ഈ വശത്ത് ടെണ്ടുൽക്കർ ഉണ്ടല്ലോ, അദ്ദേഹം നേരെ സ്റ്റേഷനിലേക്ക് വന്ന് താനാണ് ഈ എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ കീഴടങ്ങുന്നു. ഈ ടെണ്ടുൽക്കറെ കുറിച്ച് ഈ സെക്കൻഡ് ഹീറോ മാധവന് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും കൊല്ലില്ല. എടാ നീയാണോടാ ഇത്രയും പേരെ കൊന്നത് എന്ന് ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് മീഡിയയ്ക്ക് ഇദ്ദേഹമാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങളും എല്ലാം നീങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയും വാച്ച്മാൻ ജോലി നോക്കുന്ന അച്ഛനെ മനസ്സിലാക്കി അദ്ദേഹത്തിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം കുറച്ചായി LGBTQ കമ്മ്യൂണിറ്റിയോടും ഇവർക്ക് ബഹുമാനം വരുന്നുണ്ട്. പ്രധാനമായും മാധവൻ ഒരുപക്ഷെ തന്റെ മകനും ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ടവനായി മാറാൻ പോകുന്നു എന്നാണെങ്കിൽ അത് അവന്റെ ഇഷ്ടം എന്ന് കരുതുന്നു. നമ്മുടെ ഹീറോയിനും കുറച്ചായി അവരുടെ കാമുകി ഫർഹാനയുടെ മരണത്തിൽ നിന്നും പുറത്തു വരുന്നു. ഹീറോയിന്റെ വീട്ടിലും ഹീറോയിന് ഇനിയൊരു പ്രശ്നം വരരുതെന്ന് കരുതി അവിടെ പോലീസ് ജോലിയിൽ നിന്നും നിർത്തി അവരെ വേറൊരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിക്കാനും തീരുമാനിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ അർജുൻ നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇനിയും അവൾ രാജിക്കത്ത് തന്നിട്ടില്ല, ഞാനത് സ്വീകരിച്ചിട്ടില്ല, അതിനു മുമ്പ് അവൾക്ക് ജോലി വിടാൻ കഴിയില്ല. എടി നീ എന്റെ കൂടെ വാ, വെറുതെ കുടുംബത്തിന് വേണ്ടി നീ കല്യാണം കഴിച്ചാൽ നീ കാരണം ആ പയ്യന്റെ ജീവിതവും നശിച്ചു പോകും, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവരെ പുറത്തു കൂട്ടിക്കൊണ്ടുവരാണ്. അപ്പോഴാണ് ആ സ്ഥലത്ത് ഈ എല്ലാ സംഭവങ്ങളും ചെയ്ത, അതായത് 4 പേരുടെ മരണത്തിന് കാരണമായ ഈ ടെണ്ടുൽക്കർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒത്തിരി ടെസ്റ്റുകൾ എടുക്കുകയാണ്. അതിൽ ഈ ടെണ്ടുൽക്കർക്ക് എയ്ഡ്സ് ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നു. അതിൽ നമ്മുടെ ടെണ്ടുൽക്കർ ഭയങ്കരമായി ഷോക്ക് ആവുകയാണ്. അപ്പോൾ സത്യമായിട്ട് എനിക്ക് എയ്ഡ്സ് ഇല്ലേ, അപ്പോൾ ഞാൻ ഈ കൊലപാതകം ചെയ്തില്ല എന്ന് പറയാണ്. അയ്യോ നീ എന്താ ഈ മാറ്റി മാറ്റി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ എനിക്ക് എയ്ഡ്സ് ഉണ്ട്, എങ്ങനെയെങ്കിലും മരിക്കും എന്ന് കരുതിയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവർക്കായി ഞാൻ ഇത്രയും പേരെ കൊന്നു എന്ന് പറഞ്ഞ് ഏറ്റെടുത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ടെണ്ടുൽക്കറുടെ കൂടെ ഗിൽ എന്നൊരാളുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ലവർ, അവനാണ് ആ സൈക്കോ. അവനാണ് ഇവിടെയുള്ള ആ LGBTQ സമൂഹത്തിലുള്ളവരെല്ലാവരെയും കൊന്നത്. ആ പോലീസുകാരെയും കൊല്ലാൻ പിന്നാലെ ഫോളോ ചെയ്ത് ശ്രമിച്ചു. അവന്റെ പ്രേരണയിലാണ് അവരെല്ലാവരും മരിച്ചത് എന്നും പറയുന്നു. അതിനുള്ള കാരണം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. ഇപ്പോൾ ആ ഗില്ലിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ആ ഗില്ലിന് ഒരു സഹോദരിയുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ആ സഹോദരി ആരാണെന്ന് അറിയാമോ? ഈ ഐശ്വര്യ റായ് ഉണ്ടല്ലോ, അവരാണ്. അത് കണ്ട് ഇവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഐശ്വര്യ റായ്ക്കും ഇതിൽ എന്താ ബന്ധമുള്ളത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവരെ നന്നായി ചോദ്യം ചെയ്യാണ്. സത്യം പറ, നീ നിന്റെ ഏട്ടനും ചേർന്നിട്ടല്ലേ ഈ പപ്പുവിനെയും കൊന്നത്? നിന്റെ ഏട്ടനാണ് ആ സൈക്കോ കൊലയാളി എന്ന് കണ്ടുപിടിച്ചു, സത്യം പറ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഐശ്വര്യ റായ് ഒരു നടുക്കുന്ന സത്യം പറയുന്നത്. ആ പപ്പു ഉണ്ടല്ലോ, അദ്ദേഹം ഒരു LGBTQ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഈ ഐശ്വര്യ റായുടെ കൂടെ സന്തോഷമായി ജീവിക്കാൻ കഴിയാതെ അദ്ദേഹം ഓപ്പണിംഗ് സീനിൽ മരിച്ച ആ സുനിലിനെ തേടി പോയിരുന്നു. അങ്ങനെ അദ്ദേഹം ആ സുനിലിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അത് വീഡിയോ എടുത്ത് ഭീഷണിപ്പെടുത്തി ഈ പോലീസുകാരായ വടിവേലും വിവേകും അദ്ദേഹത്തിൽ നിന്ന് പണം തട്ടാമെന്ന് ശ്രമിച്ചത്. അദ്ദേഹം കുറച്ച് പണക്കാരനായ ആളായതുകൊണ്ട് പേടിച്ചിട്ട്, പ്രധാനമായും ഭാര്യയോടുള്ള പേടി കൊണ്ട് ഒത്തിരി പണം കൊടുത്തിരുന്നു.
ഒരു ഘട്ടത്തിൽ ഭാര്യയുടെ കയ്യിലുള്ള പണവും ആഭരണങ്ങളും വിറ്റ് ഈ പോലീസിന് കൊടുത്തിരുന്നു. ഇത് കാരണം ഭാര്യയായ ഐശ്വര്യ റായിയുടെ അമ്മയ്ക്ക് ഒരു ദിവസം അസുഖം വന്നപ്പോൾ പണമില്ലാതെ അമ്മയെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇതിൽ ഐശ്വര്യ റായും അവരുടെ ഏട്ടൻ ഗില്ലും തകർന്നുപോയി. അപ്പോൾ സത്യം കണ്ടുപിടിക്കുമ്പോഴാണ് അവരുടെ ഭർത്താവ് പപ്പു ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇതിൽ ദേഷ്യം വന്ന നമ്മുടെ ഐശ്വര്യ റായിയുടെ ഏട്ടൻ ഗിൽ ഇങ്ങനെയുള്ളവനൊന്നും നിന്റെ ഭർത്താവായിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ഇവർ 30ാമത്തെ നിലയിലാണ്. അതിൽ നിന്നും ഐശ്വര്യ റായിയുടെ ഭർത്താവ് ആ പപ്പുവിനെയും തള്ളി അവിടെ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഐശ്വര്യ റായെ കൊണ്ട് പപ്പുവിന്റെ കൈയക്ഷരത്തിൽ എനിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു എന്നൊരു കത്ത് എഴുതി വയ്പ്പിച്ച് നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്റെ സിസ്റ്റർ ഐശ്വര്യ റായ്ക്ക് ഈ അവസ്ഥ വന്നതിന് അവരുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയ സുനിലിനെയും കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സ്ഥലത്ത് അതേപോലെ തൊഴിൽ ചെയ്യുന്ന വേറൊരുത്തിനെയും കൊന്നു. അതിനുശേഷം ഇവരുടെ കയ്യിൽ നിന്നും പണം തട്ടിയ വടിവേലു, വിവേക് എന്ന് പറഞ്ഞ് എല്ലാ മരണത്തിനും ഈ ഗില്ലാണ് കാരണക്കാരൻ. ആ സത്യങ്ങളെല്ലാം സമ്മതിച്ചതിന് ശേഷം ഇപ്പോൾ ആ ഗില്ലിനെ പിടിക്കാനും പോലീസുകാരൊക്കെ പോവുകയാണ്. അതിനുള്ളിൽ ഗിൽ ഒരിടത്ത് പോയി വിളിക്കുകയാണ്. ഇപ്പോൾ ഇവരെങ്ങനെയോ കഷ്ടപ്പെട്ട് ആ ഗില്ലിനെ കണ്ടുപിടിച്ച് അവനിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ആ സ്ഥലത്ത് ഈ എല്ലാ സംഭവങ്ങൾക്കും കാരണമായ ഗിൽ മരിച്ചു കിടക്കുന്നു. അതും വളരെ ക്രൂരമായി. അത് കാണുന്ന ഇവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്താടാ ഈ കേസ് തീർന്നു എന്ന് കരുതിയപ്പോൾ നീണ്ടു പോവുകയാണല്ലോ എന്ന് തല പോവുകയാണ്. അപ്പോഴാണ് ഈ ഗില്ലിന്റെ ബോഡി പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഇറച്ചിയൊക്കെ വെട്ടില്ലേ, അങ്ങനെയുള്ള ഒരു കത്തി വെച്ചിട്ടാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. അതേസമയം നമ്മുടെ മാധവന്റെ മകനുണ്ടല്ലോ, അവൻ താൻ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ടവനാണെന്ന് തന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നു. അതും അവർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫാമിലിയും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആ മകന് ഒരു മെസ്സേജ് വരുന്നു. ആ മകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ യൂണിറ്റിന്റെ കയ്യിൽ നിന്നാണ് അവന് മെസ്സേജ് വരുന്നത്. ദുബായിലേക്ക് വിസ കിട്ടി അവൻ പോവാൻ പോകുന്നു എന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നു. ആ യൂണിറ്റിന് വളരെ നല്ല പയ്യനാണ്. അവന്റെ കാമുകൻ മരിച്ചുപോയി. അതിൽ നിന്നും അവൻ തിരിച്ചു വന്ന് ഇറച്ചിക്കടയിലൊക്കെ ജോലി ചെയ്ത് ഇപ്പോൾ എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മാധവന് ഒരു കാര്യം തോന്നുന്നത്. ഇറച്ചിക്കടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവൻ പ്രണയിച്ച പയ്യനായ ആ സുനിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എല്ലാ സംഭവങ്ങൾക്കും കാരണമായ ഈ ഗില്ലിനെ ആരോ കൊന്നിരിക്കുന്നു. അപ്പോൾ ഇത് ആ യൂണിറ്റിന്റെ പണി തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ് യൂണിറ്റിനെയും പിടിക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ താനാണ് ഈ ഗില്ലിനെ കൊന്നതെന്ന് സമ്മതിക്കുകയാണ്. അതിന് കാരണം ആദ്യം സുനിലിനെ കൊന്ന സംഭവം നടന്നല്ലോ. ആ സുനിൽ വളരെ നല്ലവനായിരുന്നു. അവനെ തന്നെ ഈ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. ആ പപ്പുവിന്റെ കയ്യിൽ നിന്ന് പോലീസുകാരൻ തന്നെയാണ് പണം തട്ടിയത്. അതറിയാതെ ആ ഗിൽ എന്റെ സുനിലിനെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സുനിലിനെ കൊന്നു. അതിന് പ്രതികാരം ചെയ്യാനാണ് ആ ഗില്ലിനെ ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും സമ്മതിക്കുന്നു. അതുവഴി എങ്ങനെയോ ഈ കേസും അവസാനിക്കുന്നു. അപ്പോൾ ഈ എല്ലാ സംഭവത്തിനും കാരണമായ എല്ലാവരും മരിക്കുകയാണ്. എല്ലാവരും പിടിയിലാകുന്നു. അവസാനം നമ്മുടെ ഹീറോയും മാധവനും ഈ കേസ് ഫയലും മടക്കി വെക്കുകയാണ്. അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന LGBTQ സമൂഹത്തിലുള്ളവർക്കും ഇപ്പോൾ നീതി കിട്ടുകയാണ്. ഇതോടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.